പുതിയ വണ്ടി എടുക്കണോ, ഇത്ര ഇൻഷുറൻസ് അടയ്ക്കണോ, ഇത്രയും പൈസ ആദ്യം കൊടുക്കണോ, അല്ലെ യൂസ്ഡ് വണ്ടി എടുക്കണോ? എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള വണ്ടികൾ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഒരു ബെൻസ് GLA ഉണ്ടായിരുന്നു. GLAക്ക് 56 ലക്ഷം രൂപ 60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പുതിയ വണ്ടിക്ക് വിലയുള്ളപ്പം 9000 കിലോമീറ്റർ ഓടിയ 9 മാസം പഴക്കമുള്ള വണ്ടി ഞാൻ 38 വാങ്ങിച്ചു സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ ഓടിയിട്ടില്ല അധികം. അത്ര ഓടിയിട്ടുള്ളൂ. 56-60 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാണ് 8-9 മാസം മുമ്പ് അതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വളരെ ലാവശ്യമായിട്ട് ഓടിച്ചു. ഞാൻ അവസാനം ഏതാണ്ട് വിൽക്കുകയും ചെയ്തു പിന്നീട്. അപ്പം അത് ശരിക്കും പുതിയത് വാങ്ങിച്ച് നമ്മൾ പുതിയ പ്രീമിയം വണ്ടി വാങ്ങിച്ച് വണ്ടിയുടെ ഷോറൂമിൻ്റെ ഗേറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 15 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ ആയി കഴിഞ്ഞു. അപ്പം നല്ല വണ്ടികൾ ഇപ്പം മിക്കവാറും എല്ലാം പ്രീമിയം വണ്ടികൾ എല്ലാവരും സർവീസ് സെൻ്ററിലൊക്കെ സർവീസ് നന്നായിട്ട് കൊണ്ടുനടക്കുന്നതായിരിക്കും. അങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡിൽ പോകുന്നതാണ് കൂടുതൽ മെച്ചം എനിക്ക് തോന്നും. അല്ലാത്ത വണ്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അതുപോലെ പരിചയമുള്ള യൂസ്ഡ് ഷോറൂം അല്ലെങ്കിൽ പരിചയമുള്ളവരുടെ വണ്ടികളോ ഒക്കെ അല്ലെങ്കിൽ വളരെ കുറേ ഓടിയതും അതുമൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം അല്ലാത്ത വണ്ടികൾ പല സർവീസ് സെൻ്ററിൽ കൊടുക്കാറില്ല. അപ്പോൾ സർവീസ് റെക്കോർഡ്സ് ഒന്നും ഉണ്ടാകണമെന്നില്ല. അതൊക്കെ ഒരു ചിലവായിട്ട് വരാം. പിന്നെ നമ്മളെപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താലും നമ്മുടെ വക ഒരു ആദ്യത്തെ ഒരു പണിയുണ്ട്. അതിൻ്റെ ഒരു ചിലവ് കൂടെ മനസ്സിൽ കാണണം.